ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഒത്തിരി നാളായില്ലേ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടല്ലേ. അപ്പം ഇന്ന് എനിക്ക് ലോബ്സ്റ്റർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെയാണ് ഒരു മസാല ഇടുന്നതെന്നൊന്ന് നോക്കാം കേട്ടോ. ഒരു ലോബ്സ്റ്റർ ഇതാ മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. രണ്ടെട്ടുണ്ട് കേട്ടോ. രണ്ട് വലിയ ലോബ്സ്റ്ററിനാണ് കിട്ടിയേക്കുന്നത്. ഇതിനെ നമുക്കൊന്ന് മസാല ഇട്ട് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം ഞാൻ ഇതൊന്ന് ക്ലീൻ ആക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വരാം. ലോബ്സ്റ്റർ മസാല തയ്യാറാക്കാൻ വേണ്ടി ഞാനിതാ ലോബ്സ്റ്റർ ഇവിടെ നന്നായി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ചെറിയ കഷ്ണങ്ങളും ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരു സവോളയാണ്. ഒരു വലിയ സവോള ഞാൻ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 അല്ലിയോളം വെളുത്തുള്ളികൾ എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും ചെറിയ കഷ്ണം എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഒരു വലിയ തക്കാളി വേണം. ഇത് ഞാൻ ഫ്രോസൺ ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയാണ്. നമ്മുടെ കൃഷിയിൽ നിന്ന് ബാക്കി വന്നത് എടുത്ത് ഫ്രോസൺ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇതൊരു വലിയ ഒരു തക്കാളി കഷ്ണങ്ങളുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, മസാല എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അന്നേരം ഞാൻ അതിനകത്ത് എന്തൊക്കെയാണ് ബാക്കി മസാലപ്പൊടികൾ ചേർക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് പാൻ അടുപ്പയിൽ വെച്ചിട്ട് ഓണാക്കി കൊടുക്കാം. പാൻ ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇപ്പൊ ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പൊ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് കടുകും അതുപോലെ തന്നെ ഒരു 3-4 ഉലുവായൂടെ ഇട്ട് ഒന്ന് പൊട്ടിക്കുവാണ്. ഈ സമയം നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഇടാം. ഞാൻ കറിവേപ്പില ആഡ് ചെയ്യുന്നില്ല. ഈ കടുക് മൂത്ത് വരുമ്പോഴത്തേന്, നന്നായി പൊട്ടി വരുമ്പോഴത്തേന് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റാവേ. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയെ കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴന്നു കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇത് പിങ്ക് സോൾട്ട് ആണ്. ഇത് ഹിമാലയത്തിന്റെ പിങ്ക് സോൾട്ട് ആണ്. അത് ഞാൻ ഒരു 1.5 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ഉപ്പ് ആഡ് ചെയ്യാം. സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ തക്കാളിയോട് ഇട്ട് കൊടുക്കാവേ. ഇപ്പൊ നമ്മുടെ സവോളയും അതുപോലെ തന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് നമ്മുടെ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഇടുന്നത് മുളക് പൊടിയാണ്. ഇത് ഇച്ചിരി എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാനൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവേ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ മസാലയാണ്. എല്ലാം മസാലകളൂടെ പൊടിച്ചതാണ് ഇത്. നമുക്കൊന്ന് നന്നായിട്ട് പൊടിയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്. ഒന്നൊരു ചെറിയൊരു ഗ്രേവി ആക്കാൻ വേണ്ടിയാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട്. അപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ചൊരു ശകലം വെള്ളോടെ ഒഴിച്ച് ഒരു ഏകദേശം ഇപ്പോൾ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ.
ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ലോബ്സ്റ്റർ കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ആ മസാലയെല്ലാം അതിലെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കാം. ഇതുണ്ട്, നമ്മുടെ അരപ്പെല്ലാം ഇപ്പം നന്നായിട്ട് തിളച്ച് ആ എണ്ണയൊക്കെ മോളിപ്പൊങ്ങി വരാൻ തുടങ്ങി. ഈ സമയത്ത് നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ലോബ്സ്റ്റർ കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഈ മസാലയെല്ലാം ഒന്ന് ഇതേ പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇത് നല്ല ഇതിന്റെ അകത്ത് നല്ല ദശകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഓൾറെഡി ഇവര് പുഴുങ്ങി വെച്ചിരിക്കുന്ന ലോബ്സ്റ്റർ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് അധികം പാടില്ലായിരുന്നു കേട്ടോ. വൃത്തിയാക്കി എടുക്കാനും മുറിക്കാനും ഒക്കെ എളുപ്പമുണ്ടായിരുന്നു. ഇപ്പം കണ്ട ഞാൻ മസാലകളെല്ലാം നന്നായിട്ട് ഇതിനകത്ത് പെരണ്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നമുക്കൊരു കുറച്ച് വെള്ളോടെ, ഒരു 1/4 കപ്പ് വെള്ളോടെ ഒഴിച്ചിട്ട് ഇതിനൊന്ന് ജസ്റ്റ് മൂടി വെച്ചിട്ട് ഒന്നൊന്ന് ആവി കയറ്റിയെടുക്കാം. കാരണം ഇത് ഓൾറെഡി വെന്തതാണ്, ഇതിന്റെ ദശകളെല്ലാം വെന്തതാണ്. പക്ഷെ നമുക്ക് ആ മസാലകളെല്ലാം ഒന്ന് ആ ദശക്കകത്ത് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കുറച്ചു നേരം ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ലോബ്സ്റ്റർ മസാല എന്തായെന്നൊന്ന് നോക്കിയാലോ, തുറന്ന് നോക്കാല്ലേ. ഇത് ഏകദേശം ഇപ്പൊ ഒരു 10 മിനിറ്റോളം ഞാൻ ഇത് ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ മസാല നല്ല രീതിയിൽ എല്ലാം പിടിച്ച് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതിന്റെ അകത്ത് ദശയൊക്കെ കണ്ടോ, അല്ല എന്ത് നല്ലതാണെന്ന് നോക്കിക്കേ. ആവി കാരണം നമുക്ക് അത്ര അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല അല്ലേ വീഡിയോയ്ക്കകത്തോട്ട്. ഇനിയിപ്പം നമുക്ക് ഇതിന്റെ ഒന്ന് ഉപ്പും എരിവൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ രുചി നോക്കിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുണ്ടോ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്സ്.